സൂര്യയുടെ പ്രൈം ടൈമിൽ ചെയ്ത സിനിമകളിലെ ക്യാരക്ടേഴ്സിനൊക്കെ വലിയ രീതിയിലുള്ള ഫാൻ ബേസ് തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും കുറച്ച് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉള്ളത് സൂര്യയുടെ പോലീസ് ക്യാരക്ടേഴ്സിന് തന്നെയാണ്. വീണ്ടും സൂര്യയുടെ ഒരു പോലീസ് ക്യാരക്ടറിൽ വരുന്ന ചിത്രം വരാൻ പോവുകയാണ്. ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് ജിത്തു മാധവാണ്. ഇപ്പോഴേ ജിത്തു മാധവ് ഒരു ബ്രാൻഡ് ഡയറക്ടറിലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം രോമാഞ്ചം അന്ന് 80 കോടി രൂപയാണ് കളക്ട് ചെയ്ത് ഹിറ്റായി. രണ്ടാമത്തെ ചിത്രം ഏകദേശം 150 കോടി രൂപയാണ് കളക്ട് ചെയ്ത് ആവേശം എന്ന ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിട്ടുണ്ടായിരുന്നു. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പോകുന്ന അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഡയറക്ടർ ആയിക്കൊണ്ടിരിക്കുന്ന ജിത്തു മാധവൻ്റെ അടുത്ത ചിത്രം സൂര്യനെ വെച്ചാകുമ്പോൾ അതിന് നല്ല രീതിയിലുള്ള ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ തന്നെ നസ്രിയ ആയിരിക്കും ഈ ഒരു ചിത്രത്തിൽ നായിക എത്തുക എന്നും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ വരുന്നത് തന്നെയാണ്. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യത്തിലോട്ടാണ് പോകുന്നത്. മ്യൂസിക് പ്രസൻറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാവരും ജെയ്ക്സ് ബിജോയ്ക്കായിരിക്കും കൊടുക്കുക. പക്ഷേ ഈ ഒരു ചിത്രത്തിന് മ്യൂസിക് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ജെയ്ക്സ് ബിജോയ് ആയിരിക്കില്ല എന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. സുഷിൻ ശ്യാം ആയിരിക്കും ഈ ഒരു ചിത്രത്തിന് വേണ്ടി മ്യൂസിക് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. സുഷിൻ ഇപ്പോൾ കുറച്ചൊന്ന് ഗ്യാപ്പ് എടുത്ത് നിൽക്കുകയാണെങ്കിലും പുള്ളി ചെയ്യുന്ന വർക്കൊക്കെ കിട്ടില്ല തന്നെയാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ് ഭീഷ്മപർവ്വം ആയാലും മഞ്ഞുമൽ ബോയ്സ് ആയാലും ഇപ്പോൾ ആവേശം എന്ന ചിത്രം. എല്ലാ പാട്ടും പുള്ളിയുടെ ഓരോരോ ടോപ്പിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന പാട്ടാണ്. പുള്ളി ഒന്ന് ഗ്യാപ്പ് എടുത്തെങ്കിലും സൂര്യ ചിത്രത്തിലൊക്കെ വരുമ്പോൾ ഒരു ഹൈ സ്കോറൊക്കെ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ചിത്രത്തെ വേറൊരു ലെവലിലോട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കുന്ന വലിയൊരു എന്ന് പറഞ്ഞാൽ സുഷിൻ ശ്യാമിന് നല്ല രീതിയിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരാൾ തന്നെയാണ്. പുള്ളിയുടെ ഇതുപോലുള്ളൊരു സൂര്യ ചിത്രം കൂടെ കിട്ടുമ്പോൾ പുള്ളി വേറെ ലെവലിലോട്ട് കൺസീവ് ചെയ്യുമെന്നൊക്കെ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പ്രസന്റ്ലി ഇപ്പോൾ സൂര്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെങ്കി അല്ലൂരി ചിത്രമാണ്. സൂര്യയുടെ 46ാമത്തെ ചിത്രം. ആ ഒരു ചിത്രം ഏകദേശം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമായിരിക്കും ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒക്കെ തന്നെയായാലും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു സൂര്യ 47 എന്ന ചിത്രത്തിൻ്റെ കുറേ അപ്ഡേറ്റുകൾ ഇപ്പോൾ സ്റ്റോറി ലൈൻ ഇപ്പോൾ സ്റ്റോറി ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രസന്റ്ലി ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു വൺ ലൈനാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിൻ്റെ ഇപ്പോൾ നായകനെ എത്തുന്ന സൂര്യ ഒരു പോലീസ് ക്യാരക്ടറിലായിരിക്കും എത്തുക എന്ന് നേരത്തെ തന്നെ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു കൺഫേം ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു പോലീസുകാരനായിട്ടുള്ള സൂര്യ ഒരു തമിഴ്നാട്ടുകാരൻ പോലീസാണ്. പുള്ളി കേരളത്തിലോട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യത്തിന് വരികയാണ്. അവിടെ ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു ഗ്യാങ്സ്റ്ററുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുകയാണ്. അതായിരിക്കാം ഈ ഒരു ചിത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി വന്നിട്ട് അത് ഏറ്റവും വലിയൊരു ഗ്യാങ്സ്റ്ററിലോട്ട് എത്തിയിട്ട് അവർ തമ്മിലുള്ളൊരു ക്ലാഷ് ആയിരിക്കാം ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു തീമായി വരാൻ പോകുക എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നായകനെത്തുന്ന സൂര്യയാണ് പോലീസുകാരാണ്. അപ്പോൾ ഗ്യാങ്സ്റ്റർ ആരായിരിക്കുമെന്ന് പലവർക്കും തന്നെ അല്ലെങ്കിൽ ഗ്യാങ്സ്റ്റർ ആയിരിക്കുമല്ലോ മിക്കവാറും വില്ലൻ. അപ്പോൾ ആരായിരിക്കുമെന്ന് പലവർക്കും തന്നെ ഉള്ളൊരു ക്യൂരിയോസിറ്റി തന്നെയാണ്. അത് ഫഹദ് ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഫഹദ് ആയിരിക്കും ആ ഒരു ഗ്യാങ്സ്റ്ററിൻ്റെ ഏറ്റവും വലിയൊരു ലീഡർ എന്ന രീതിയിൽ എത്തുക എന്നൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റൂമറും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് എങ്ങാനും ഒഫീഷ്യലി കൺഫേം ആകുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഒരു ഹൈപ്പിനെക്കാട്ടിലും ഏറ്റവും വലിയൊരു ഹൈപ്പിൻ്റെ പീക്കിലോട്ട് ഈ ഒരു ചിത്രത്തിന് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ചിത്രത്തെ പറ്റി പല സ്റ്റോറീസൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നാനായിട്ട് പ്രത്യേക ഒരു കാരണം തന്നെയുണ്ട്. കാരണം ഈ ഒരു ചിത്രത്തിനെ പറ്റി നേരത്തെ പുറത്തിറങ്ങിയിട്ടുള്ള ചില അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് ഇതിനും പോലീസുകാരനായിരിക്കുമെന്നൊക്കെ തന്നെയാണ്. പോലീസുകാരനായിട്ടുള്ള ഒരു ഇടിയം പോലീസ് നമ്മുടെ കേരളത്തിലോട്ട് ഒരു കേസ് അന്വേഷണത്തിൻ്റെ കാര്യമായിട്ട് എത്തുകയും പിന്നീട് അദ്ദേഹം ഒരു പ്രശ്നത്തിൽ പോയി കുടുങ്ങുകയും അതിൽ നിന്ന് അവിടെ ഉണ്ടാകുന്ന പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന രീതിയിലാണ് ഈ ഒരു ചിത്രം വരിക എന്നാണ് നേരത്തെ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഉറപ്പായ ഒരു കാര്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ എന്തായാലും ട്രാൻസ്ഫർ ആയി വരുന്ന ഒരു പോലീസുകാരനാണ്. എന്തോ ഒരു പ്രശ്നത്തിൽ ചാടുന്നുണ്ട്. ഇനി ഗ്യാങ്സ്റ്ററുമായിട്ട് ഏറ്റുമുട്ടുന്ന ആ ഒരു പ്രശ്നമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊന്നും നമുക്ക് നേരത്തെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. കാരണം ഒരു ഫസ്റ്റ് ലുക്കോ അല്ലെങ്കിൽ ഒരു ടൈറ്റിലോ ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷേ ഈ ഒരു സിനിമയുടെ ഭാഗത്തു നിന്ന് ഇറങ്ങുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ മാത്രമാണ് നമ്മൾ ഇതിലൂടെ മാത്രം പറയുന്നത്. ജിത്തു മാധവ് എന്ന ഡയറക്ടറിനെ ഒരു ഫുള്ളി കോമഡി എൻ്റർടൈനർ ചിത്രം അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ലീഗിലുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രോമാഞ്ചമായാലും ആവേശമായാലും പുള്ളിയുടെ അത് ഏകദേശം ഒരു സേഫ് സോൺ എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. കാരണം അതിൽ തന്നെ ആൾക്കാരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ ഒരു ഫൺ ഫാക്റ്റ് അത് രണ്ട് ചിത്രത്തിലുമുണ്ട്. പക്ഷേ ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് നമുക്കൊരു ഫൺ ഫാക്റ്റിലോട്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല. ഇപ്പോൾ ജിത്തു മാധവ് എന്ന റൈറ്ററിന് വേണമെങ്കിൽ ഈ ഒരു ചിത്രത്തെ നല്ല രീതിയിൽ ഫൺ ഫാക്റ്റിൽ നിന്ന് ഒരു സീരിയസ് മോഡിലോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ തന്നെ സാധിക്കും. കാരണം സൂര്യ ഇപ്പോൾ ഒരു ആക്ടർ രണ്ടുപേരും ഇപ്പോൾ സൂര്യ ആയാലും ഇപ്പോൾ ഫഹദ് വില്ലനായിട്ട് എത്തുകയാണ്. രണ്ടുപേരും ആക്ടിങ്ങിൽ പീക്കി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ രണ്ടുപേരും ഒരേ ഫ്രെയിമിലൊക്കെ എത്തുമ്പോൾ അത് കിടിലും ഒരു എക്സ്പീരിയൻസ് തന്നെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ചിത്രം തന്നെയാണ്. വേണമെങ്കിൽ ഇതൊരു ഫൺ മോഡിൽ തുടക്കം കൊണ്ടുപോയിട്ട് ഒരു പോയിന്റിൽ നിന്ന് വേണമെങ്കിൽ ഒരു സീരിയസിലോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ സീരിയസ് സീൻ തുടങ്ങുകയാണെങ്കിൽ ഒരു സീരിയസ് സിനിമയായിട്ട് മാത്രമായിട്ട് ഈ ഒരു ചിത്രത്തെ ഫുള്ളി കൺസീവ് ചെയ്യുകയാണെങ്കിലും അത് ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇപ്പോൾ നസ്രിയയൊക്കെ ആയാലും പെട്ടെന്ന് ഇപ്പോൾ വരുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും സിനിമ ചെയ്യുന്ന ഒരാളല്ല നസ്രിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ മലയാളത്തിലായാലും ചെയ്ത ചിത്രം എന്ന് പറയുന്നത് സൂക്ഷ്മദർശിനി എന്ന ചിത്രമാണ്. അതുപോലുള്ള സ്ക്രിപ്റ്റ് സെലക്ഷനിലൂടെ വരുന്ന നസ്രിയയും ഈ ഒരു ചിത്രത്തിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു ഫാക്ട് ഈ ഒരു ചിത്രത്തിൽ കാണാം. കൂടാതെ ഫഹദ് സൂര്യ ഇപ്പോൾ ഒരു ആക്ടറിനെ അതും സൂര്യ പോലീസ് വേഷത്തിൽ എത്തുന്ന ഒരു ചിത്രത്തിൽ ഗ്യാങ്സ്റ്റർ വില്ലനായിട്ട് എത്തുമ്പോൾ അതിലെന്തെങ്കിലും ഒരു സംഭവം കാണുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ
ജിത്തു മാധവാണ് ഈ ഒരു ചിത്രം ഡയറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ജിത്തു മാധവ് എന്ന ഡയറക്ടർ നല്ല രീതിയിലുള്ള പ്രതീക്ഷയൊക്കെ തന്നെയുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ സെറ്റ് വർക്കുകളൊക്കെ ഉടനെ തന്നെ എറണാകുളത്ത് വെച്ച് ആരംഭിക്കുമെന്നൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെയാണ്. സൂര്യ ഇപ്പോൾ ഒരു പെർഫെക്റ്റ് കംബാക്കിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ലേറ്റസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന രീതിയിലാണ് കറുപ്പ് ചിത്രത്തിന്റെ ടീസർ ആദ്യം പുറത്തിറക്കിയിട്ടുള്ളത്. പക്ഷേ ആ ടീസറിൽ നിന്ന് എല്ലാവർക്കും ഒരു ഹൈ കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ ഏറ്റവും പുതിയ ഫസ്റ്റ് സിംഗിൾ ഇറക്കിയപ്പോൾ അതിൽ നല്ലൊരു ഹൈപ്പൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പതുക്കെ സൂര്യയും ഒരു കിടിലൻ കംബാക്കിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറുപ്പ് ഏറ്റവും വലിയ ഹിറ്റായ നെക്സ്റ്റ് റിലീസ് വെങ്കി അല്ലൂരി ചിത്രമായിരിക്കും. വെങ്കി അല്ലൂരി ചിത്രത്തിനും നല്ല രീതിയിലുള്ള പ്രതീക്ഷയൊക്കെയായി നിൽക്കുകയാണ്. ഈ രണ്ട് ചിത്രവും ഹിറ്റായി എങ്ങാണ് കംബാക്ക് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കംബാക്ക് അടിച്ച് ആ ഒരു പീക്കിൽ നിൽക്കുന്ന ടൈമിൽ ഇതുപോലൊരു ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റും ഇതുപോലൊരു ചിത്രം റിലീസിന് എത്തുകയാണെങ്കിൽ കിട്ടുന്ന ഹൈപ്പ് എന്ന് പറയുന്നത് അത് ആ രണ്ട് ചിത്രത്തെക്കാളിലും ഏറ്റവും വലിയൊരു ഹൈപ്പിലോട്ടായിരിക്കും ഈ ഒരു ചിത്രം കൊണ്ടുപോകാൻ പോകുന്നത്. അടുത്തത് ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനെ പറ്റിയുള്ള അപ്ഡേറ്റുകളാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു വർഷത്തോടെ തന്നെയാണ്. ഈ ഒരു വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തോടെയൊക്കെ ആയിരിക്കും ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്. അതിനിപ്പോൾ മെയിനായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൂര്യയുടെ ഇപ്പോൾ ഡേറ്റ് ഇഷ്യൂസ് തന്നെയാണ്. ഇപ്പോൾ വെങ്കി അല്ലൂരി ചിത്രം ഫുള്ളി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമേ ഈ ഒരു ചിത്രത്തിലോട്ടായാലും നന്നായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റൂ. അതിൻ്റെ ഇടയ്ക്കെങ്ങാനും വാടിവാസൽ ചിത്രം കയറി വരികയാണെങ്കിൽ ഈ ഒരു ചിത്രം അദ്ദേഹത്തിന് ഡിലേ ആകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുള്ളൊരു കാര്യത്തിനാണ്. വാടിവാസൽ ചിത്രം ഉടനെ കയറി വരുമെന്നുള്ള അപ്ഡേറ്റുകളൊന്നും ഇല്ല. ഇപ്പോൾ വാടിവാസൽ ചിത്രം ഉപേക്ഷിച്ചിട്ടില്ല, വാടിവാസൽ ചിത്രം വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു കറൻലി സിറ്റുവേഷൻ അനുസരിച്ച് വെങ്കി അല്ലൂരി ചിത്രശേഷം വാടിവാസലായിരുന്നു ചെയ്യാനിരുന്നത്. പക്ഷേ ആ ഒരു വാടിവാസൽ എന്ന ചിത്രത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളോ കുറച്ച് കാര്യങ്ങളായിട്ട് കിടക്കുന്നതുകൊണ്ടൊക്കെ തന്നെ ഉടനെ വാടിവാസൽ ചിത്രത്തിൻ്റെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നില്ല. ആ ഒരു ഗ്യാപ്പിലായിരിക്കാം ഈ ഒരു ജിത്തു മാധവായിട്ട് ഈ ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോകുന്നുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു വൺ ലൈൻ അനുസരിച്ച് ഈ ഒരു ചിത്രത്തിൻ്റെ കഥ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കാം ഈ ഒരു ചിത്രത്തിൻ്റെ കഥ പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിന് അനൗൺസ്മെൻറ്റ് വന്നതും മൂലം എല്ലാവരും തന്നെ ഭയങ്കര രീതിയിലുള്ള എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ കൂടുതലും ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള സ്റ്റോറി ഇങ്ങനെ ആയിരിക്കാം എന്ന രീതിയിലുള്ള ഏകദേശം ഒരു തമിഴ്നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വരുന്നൊരു പോലീസുകാരൻ എന്ന ഏകദേശം ഒരു കോൺസെപ്റ്റ് ഏകദേശം കൺഫേം ആയിട്ടുള്ള കാര്യത്തിനാണ്. പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു ക്യൂരിയോസിറ്റി പലർക്കും തന്നെയുണ്ട്. എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഉടനെ തന്നെ പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലും പറയാൻ സാധിക്കുക. ഈ ഒരു ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഏകദേശം വരാൻ പോകുന്നത് ഈ ഒരു വർഷം അവസാനമൊക്കെ ആയിട്ട് ഈ ഒരു ക്രിസ്മസ് പ്രമാണിച്ചൊക്കെ ചിലപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ് പുറത്തു വിടുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു അപ്ഡേറ്റ് എന്തായാലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു ചിത്രത്തിൻ്റെ ഫൈനൽ ഡിസ്കഷൻ ആയിരിക്കും ഇപ്പോൾ നടന്നു പോകുന്നത്. ആ ഒരു ഫൈനൽ ഡിസ്കഷന് ശേഷം ഈ ഒരു ചിത്രത്തിനെ പറ്റി ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ അപ്ഡേറ്റ് എങ്കിലും ഉടനെ തന്നെ ചിത്രത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് വരുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷ എന്താണെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.